കലത്തിലെ മാവും ഭരണിയിൽ എണ്ണയും കുറഞ്ഞു പോകാതെ എന്നില്ലായ്മകളിൽ അതിശയമായി നടത്തിയിടുന്നവനേ. കലത്തിലെ മാവും ഭരണിയിൽ എണ്ണയും കുറഞ്ഞു പോകാതെ എന്നില്ലായ്മകളിൽ അതിശയമായി നടത്തിയിടുന്നവനേ. ഗ്ലോറിയ മീഡിയയിലേക്ക് സ്വാഗതം. മാരാമൺ കൺവെൻഷൻ ഗാനങ്ങൾ എന്നും വിശ്വാസി സമൂഹത്തിന് ആശ്വാസവും പ്രത്യാശയും നൽകുന്നവയാണ്. ഈ വർഷത്തെ പുതിയ 16 ഗാനങ്ങളിൽ ഇടം നേടിയ കൃപയുടെ തണലിൽ അനുദിനമെന്നെ പോറ്റിയിടുന്നവനെ എന്ന മനോഹരമായ ഗാനത്തിന് രചന നിർവഹിച്ച റവറൻ തോമസ് ഡാനിയൽ പുലിയൂർ അച്ഛനും സംഗീത സംവിധാനം നിർവഹിച്ച ശ്രീ മോൻസി തോമസ് കാരക്കലുമാണ് ഇന്ന് ഗ്ലോറിയ മീഡിയയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. രണ്ടുപേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം ഗ്ലോറിയ മീഡിയയിലേക്ക്. അച്ഛാ, മോൻസി, സ്വാഗതം. അച്ഛാ, ഈ വർഷത്തെ മാരാമൺ ഗാനങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ മനോഹരമായ കൃപയുടെ തണലിൽ അനുദിനം എന്നെ പോറ്റിയിടുന്നവനെ എന്ന ഗാനം ഇടം നേടുകയുണ്ടായി. അപ്പൊ ആ ഗാനത്തിന്റെ ആ ഒരു രചന, അതിന് പിന്നിലുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ ആ വരികൾ അച്ഛന് എങ്ങനെയാണ് ലഭിച്ചത് എന്നൊന്ന് പറയാമോ? ചരിത്ര പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന്റെ 131ാമത് വർഷത്തിൽ കൃപയുടെ തണലിൽ അനുദിനം എന്നെ പോറ്റിയിടുന്നവനെ എന്ന ഗാനം രചിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. മാരാമൺ കൺവെൻഷനിൽ ഇത് 3ാമത്തെ ഗാനമാണ്. ഇതിനു മുൻപ് 2 പാട്ട് ചെയ്യുവാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. ഈ ഗാനം എഴുതിയതിന്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ, ഗാനത്തിന് സംഗീതം നൽകിയതിനു ശേഷമാണ് ഇതിന്റെ രചനയിലേക്ക് വരുന്നത്. അതെ, നമ്മുടെ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന വരികൾ എഴുതി സംഗീതം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സംഗീതം രൂപപ്പെടുത്തി അതിന് അനുയോജ്യമായ വരി അതോട് ചേർത്ത് വെക്കുകയായിരുന്നു ഈ പാട്ടിൽ ചെയ്തിരിക്കുന്നത്. ഗോസ്പൽ ടീമിന്റെ വചനയാനം പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട മോൻസിച്ചായൻ ഉൾപ്പെടുന്ന സുനിൽ ജോണച്ചന്റെ നേതൃത്വത്തിലുള്ള ടീം, ഞാൻ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ സർവീസ് ചെയ്യുന്ന ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ മർത്തോമ ഇടവകയിൽ വരികയും അവിടെ വെച്ച് പ്രിയപ്പെട്ട മോൻസിച്ചായോട് ചേർന്നുള്ള ഞങ്ങളുടെ സംസാരത്തിൽ മാരാമൺ കൺവെൻഷനിൽ പാട്ട് കൊടുക്കേണ്ട സമയമായിരുന്നു. ഒരു പാട്ട് കൊടുക്കണം എന്ന് പരസ്പര ആഗ്രഹം പ്രകടിപ്പിക്കുകയും തുടർന്നുള്ള അവരുടെ കാശ്മീർ വരെയുള്ള യാത്രാമധ്യേ ടെമ്പോ ട്രാവലറിൽ ഇരുന്ന് ദൈവം നൽകിയ ഒരു സംഗീതം അതെനിക്ക് അയച്ചു തരികയും ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടി നാട്ടിലേക്ക് ഉള്ള എൻ്റെ ട്രെയിൻ യാത്രയിൽ ആണ് യാത്രാമധ്യയാണ് 2 ദിവസം നീളുന്ന ട്രെയിൻ യാത്രാമധ്യയാണ് എനിക്ക് സംഗീതം ലഭിക്കുന്നത്. സംഗീതം ലഭിച്ചപ്പോൾ പല പ്രാവശ്യം ഈ പാട്ട് കേൾക്കുകയും ഇതിന്റെ സംഗീതം ഞാനിത് ഹൃദയസ്ഥമാക്കുകയും ചെയ്തു. അതിനുശേഷം എന്ത് തീമാണ് ഇതിന് അനുയോജ്യമായിരിക്കുന്നതിനെ കുറിച്ച് പ്രാർത്ഥനയോട് തന്നെയാണ് അത് ആലോചിച്ചത്. അപ്പോൾ ദൈവം നൽകിയ ഒരു വലിയ ചിന്തയാണ് കൃപയുടെ തണലിൽ. അങ്ങനെ തന്നെയാണ് മനസ്സിലേക്ക് ആ വാക്കുകൾ വരുന്നത്. അതിനുശേഷം മുള്ളുകൾ നിറയും വഴികളിൽ എന്നെ തള്ളിക്കളയാതെ എന്നുള്ളിൽ നിറയെ സ്നേഹം നൽകി കൂടെ ഇരുന്നവനെയൊക്കെ എഴുതി. അത് ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യമൊക്കെ പലപ്പോഴും രുചിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ വരികളൊക്കെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മാരാമൺ പാടുന്ന കലത്തിലെ മാവ് ഭരണിയിലെ എണ്ണ ഏറ്റവും അവസാനമാണ് രചിച്ചത്. എന്നാൽ പാട്ട് കംപ്ലീഷന് ശേഷം അത് റിവൈസ് ഓർഡറിൽ, കാരണം ബൈബിളിലെ പഴയ നിയമത്തിന്റെ ഓർഡറിൽ ആദ്യം അപ്ലൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഈ പാട്ട് എഴുതുന്ന സമയത്ത് പ്രത്യേകമായിട്ട് മനസ്സിൽ വന്നൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകൃപയുടെ വ്യത്യസ്തമായ അനുഭവങ്ങൾ. ആദ്യ സ്റ്റാൻസയിൽ ഈ കലത്തിലെ മാവ് ഭരണിയിലെ എണ്ണയിലൊക്കെ പറയുന്നത് നമ്മുടെ ആരും അറിയാത്ത ഇല്ലായ്മകൾ, നമ്മുടെ ഇല്ലായ്മകൾ നമ്മൾ ആരും പറഞ്ഞു നടക്കാറില്ല. നമുക്ക് പലതരത്തിലുള്ള പരിമിതികളും കുറവുകളും ഇല്ലായ്മകളുടെ അനുഭവങ്ങളും നിമിഷങ്ങളും സമയങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ദൈവം സമൃദ്ധിയായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള അനുഭവം, അത് ആ ഒരു ചിന്ത ആലോചന മനസ്സിൽ വന്നപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞപ്പോഴാണ് എന്നാൽ മിഴികൾ നിറയും എന്നുള്ള വരി എഴുതിയത് അപ്പോൾ തന്നെയാണ്. കാരണം കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോകാതെ ഇല്ലായ്മകളിൽ അതിശയമായി നടത്തിയിടുന്നവന് അങ്ങനെ ദൈവം നടത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള ആ വിചാരം, ആ ഒരു ആലോചന മനസ്സിൽ വന്നപ്പോൾ തന്നെ കണ്ണു നിറഞ്ഞപ്പോൾ അടുത്ത വരി എന്തെഴുതണമെന്നതിനെ കുറിച്ച് പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. എൻ മിഴികൾ നിറയും മനവും പാടും സ്തുതിയുടെ സംഗീതം. അത് ഓരോ സ്റ്റാൻസയുടെ അവസാനം ഈ സ്തുതിയുടെ സംഗീതത്തിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് മാറ്റമൊന്നും കൊടുക്കാതെ പലതും മാറി മാറി ചിന്തിച്ചു. എന്നാൽ പക്ഷെ അതിന് അപ്പുറം മറ്റൊന്ന് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇടവരുത്തിയില്ല. അതങ്ങനെ തന്നെ മോൻസിച്ചാൻ അയച്ചു. പ്രിയപ്പെട്ട മോൻസിച്ചാൻ അയച്ചപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോൻസിച്ചാന്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട്. അപ്പൊ അച്ഛ എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് പെർഫെക്റ്റ് ആണ്, ഇതിൽ നിന്നൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇത് നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യുക, പക്ഷെ
അത് ദൈവം തന്ന ആലോചനയായിരുന്നു. അത് ദൈവം തന്ന സംഗീതവും ദൈവം തന്ന അനുഭവങ്ങളിൽ നിന്ന് തന്ന വരികളിലൂടെ ഒത്തുചേർന്നപ്പോൾ അത് വിശ്വാസ സമൂഹത്തിനും അനേക ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ദൈവീക കരുതലിനെ കുറിച്ചുള്ള കൃപയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്ന ഒരു നല്ല ഗാനമായിട്ട് വന്നു. അതാണ് ഈ പാട്ടിന്റെ പിന്നിലെ പശ്ചാത്തലം. മുൻ വർഷങ്ങളിൽ അച്ഛന്റെ പാട്ട് മാരാമൺ സെലക്ട് 8 വർഷത്തിന് ശേഷമാണ് മാരാമൺ കൺവെൻഷന്റെ പാട്ടുകൾ വരുന്നത്. 8 വർഷവും ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ഈ വർഷം 8 വർഷത്തിന് ശേഷമാണ്. അതുപോലെ തന്നെ VBS-ലേക്ക് വളരെ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച. അതെ 2014 മുതൽ VBS നിരന്തരമായിട്ട് ഗാനങ്ങൾ എഴുതുന്നുണ്ട്. 10-ലധികം പാട്ടുകൾ വിവിധ വർഷങ്ങളിലായിട്ട് കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത 2014 ഫേസ്ബുക്ക് അല്ല എന്ന് പറഞ്ഞ പാട്ടിലൂടെയാണ്. 2015 BWST ബൂസ്റ്റിനേക്കാളും എന്നൊരു പാട്ട് എഴുതി. വേഗത്തിൽ പായും ടോമാഞ്ചേരി എന്നൊരു പാട്ട്, മിസ്റ്റർ പിന്നെ ചോട്ടാ ഭീം എന്നൊരു പാട്ടിന് സംഗീതം കൊടുത്തു. അതിനുശേഷം ജും ജും ജുംബല്ലക്ക എന്ന് പറഞ്ഞൊരു പാട്ട്, പിന്നീട് അയ്യോ ആരി വെൻശക്തനായ എന്ന് പറഞ്ഞൊരു പാട്ട്, അതിനുശേഷം പിന്നീട് 18-19 ആ കാലഘട്ടത്തിലൊക്കെ ഗദരദേശത്ത് പടകിറങ്ങിയ പാട്ടുകൾ, തിബരിയാസ് കടൽക്കരയിൽ, തന്ത്രശാരി സൂത്രക്കാരൻ, ഏറ്റവും അവസാനമായിട്ട് ഓ മൈ ബഡി എന്ന് പറഞ്ഞൊരു പാട്ടും തിബരിയാസ് കടൽക്കര. ആ പാട്ടുകളാണ് വളരെ അതെ കുഞ്ഞുങ്ങളൊക്കെ ഏറ്റെടുത്ത കുറെ പാട്ടുകൾ. 2017 മാരാമണിന് 2 ഗാനങ്ങൾ വന്നു. അത് ജീവിതത്തിലെ വലിയ ദൈവകൃപയാണ്. കാരണം ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എന്റെ 23-ാമത്തെ വയസ്സിൽ 2 ഗാനങ്ങൾ, അനുഗ്രഹത്തോട് അനുദിനവും, അത് ജോസഫ് പിള്ളാട് സാറിന്റെ മകൻ ജോയൽ ജോക്കുട്ടർ സംഗീതം ചെയ്ത ഒരു പാട്ടാണ്. അതുപോലെ തന്നെ ജോബിൻ തോമസ് ജെയിംസ് സംഗീതം ചെയ്ത് ഉണർന്നിടാൻ ഒരുങ്ങിട. ഈ 2 ഗാനങ്ങൾ വന്ന് ജനങ്ങളേറെ ഏറ്റെടുത്തൊരു ഗാനമാണ്. അതിനുശേഷവും പല പ്രാവശ്യം പാട്ടുകൾ കൊടുത്തിരുന്നു, എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ വീണ്ടും 8 വർഷത്തിന് ശേഷം ദൈവാനുഗ്രഹം പോലെ, ദൈവഹിതം പോലെ മോൻസിച്ചായൻ അവിടെ വരികയും, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തിരുന്നല്ല, ആ വചനയാനം പ്രോഗ്രാം മറ്റൊരു പള്ളിയിൽ ചാർട്ട് ചെയ്തിരുന്ന സമയത്ത് ക്യാൻസൽ ആകുകയും, ദൈവഹിതം അന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന വിധത്തിലുള്ള നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി. ചാർട്ട് ചെയ്യാത്ത ഒരു പ്രോഗ്രാം അവിടെ സംഭവിക്കുക, അവിടെ വരിക, അവിടെ ചെറുകുറിച്ച് സംസാരിക്കുകയും, നല്ലൊരു സംഗീതം, അതിനനുയോജ്യമായ വരികൾ, ഇതെല്ലാം പരിപൂർണമായി ഇതാണ് ദൈവകൃപ. നമുക്കിനി സംഗീത സംവിധായകനിലേക്ക് പോകാം. ഹിറ്റ് സോങ്സ് ഇങ്ങനെ മോൻസിയുടെ കഴിഞ്ഞ വർഷത്തെ പാട്ടും വളരെ ഹിറ്റായിരുന്നു. ഈ വർഷത്തെ പാട്ടും ജനങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിക് അത് മോൻസിയുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നതാണോ, അതോ കുറെ നാളായിട്ട് ഇങ്ങനെ ഈ പാട്ടിന്റെ ഒരു ട്യൂൺ മനസ്സിലുണ്ടായിരുന്നോ? ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നിങ്ങളുടെ ലൈവിലൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ അച്ഛൻ പറഞ്ഞിട്ട് തൊട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഒരു വചനയാന പ്രോഗ്രാമിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ ഈ പാട്ടുകളെ പറ്റി ചിന്തിക്കുകയും മ്യൂസിക്കിനെ പറ്റിയൊക്കെ ചിന്തിക്കുകയും ചെയ്തു. ഞാൻ ഇത്തവണ 1-ലധികം പാട്ടുകളൊക്കെ കൊടുത്തിരുന്നു. എന്നാൽ അച്ഛൻ പറഞ്ഞിട്ട് തൊട്ട് ഒരു പ്രോഗ്രാം ക്യാൻസൽ ആയപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ്റെ അടുത്ത് ചെല്ലുവാൻ സ്വർഗം ഇടയാക്കി. അപ്പൊ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു പ്രിയപ്പെട്ട അച്ഛനോട്. കാരണം അച്ഛനിപ്പം കുറെ VBS സോങ്സിന്റെ ഒക്കെ പറഞ്ഞ് ഇപ്പൊ കേട്ടല്ലോ. അപ്പൊ ആ സമയം അച്ഛൻ പാൻറ്റിട്ട് നടക്കുന്ന, ഷർട്ടിട്ട് നടക്കുന്ന ആ സമയം മുതലേ എനിക്ക് അച്ഛനുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഞാൻ ദൂരത്തിൽ നിന്ന് അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കി കാണുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പം എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട അച്ഛനുമായിട്ട് ഒരു പാട്ട് ചെയ്യണമെന്ന്. നല്ല കഴിവുള്ള, നല്ല എഴുത്തിന് നല്ല ഭംഗിയുള്ള ആ ഒരു പ്രിയപ്പെട്ട കർത്തദാസനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അച്ഛനോട് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയി, ഈ ജഗദൽപൂരിൽ നിന്ന് ഞങ്ങൾ പിന്നെ ടിബറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനത്തെ കാശ്മീർ അങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ വണ്ടിയിൽ ചിലപ്പോൾ മിക്കപ്പോഴും ഞാൻ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കിടന്നുകൊണ്ടാണ് ഇത് മ്യൂസിക് ചെയ്യുന്നത്. ഇത് ചെയ്തപ്പോൾ തന്നെ എനിക്കറിയാം ഇതൊരു ഓളം ഉള്ളൊരു പാട്ടാവുമെന്ന് എനിക്ക് കൃത്യമാണ് ഓർമ്മയാണ്, അറിയാമായിരുന്നു. അപ്പം ഞാനിത് അച്ഛൻ അയച്ചു കൊടുക്കുമ്പം എൻ്റെ ഒരു ആഗ്രഹം അച്ഛൻ ഇത് നന്നായിരിക്കുമെന്ന് പറയണമെന്നായിരുന്നു. അപ്പം അച്ഛനത് ഒറ്റ കേൾവിക്ക് തന്നെ മോൻസിച്ചാ കൊള്ളാം. പിന്നെ തന്നെയല്ല, അച്ഛൻ ഇതിന്റെ വരി എഴുതി തന്നപ്പം ഇതിന് ഒരു മാറ്റവും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്ര ഈ മ്യൂസിക് ചെയ്തിട്ട് വരി എഴുതുക എന്ന് പറയുന്നത് കൃത്യമാക്കുക, അതെല്ലാം കൃത്യമാണ്. കാരണം അതിന്റെ പ്രാസം ചേരണം. അപ്പൊ അതെല്ലാം ചേർത്ത് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ എഴുതി തരാൻ അതൊരു പ്രത്യേക കഴിവ്, എല്ലാവർക്കും അത് കഴിവ് കിട്ടത്തില്ല. അപ്പൊ ഞാന് ഒരു വരി പോലും, ഒരു വാക്ക് പോലും, ഒരു അക്ഷരം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റേണ്ട വന്നിട്ടില്ല. അപ്പൊ ഞാനത് തിരിച്ച് പാടി അച്ഛന് കൊടുത്തു. അച്ഛനത് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളത് റെക്കോർഡിങ് ചെയ്തപ്പോഴത്തേക്കിന് അതിന്റെ ഒരു കളറേ മാറിപ്പോയി. എന്നുവെച്ചാൽ
അന്നേരം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഈ പാട്ടൊക്കെ ഉറപ്പെന്ന് വെച്ചത് കേറണേ എന്നൊരു ആഗ്രഹമായിരുന്നു. പ്രാർത്ഥന ഞങ്ങളുടെ സംഭാഷണങ്ങളിലെല്ലാം എല്ലാം അതുണ്ടായിരുന്നു. ചില പാട്ടുകളൊക്കെ സെലക്ഷൻ ചെയ്തിട്ടാണെങ്കിലും ലിറിക്സ് ഒക്കെ ചേഞ്ച് അതെ. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ല, ഇതിനകത്ത് ഒരു വാക്ക് ഒരു അക്ഷരം പോലും മാറ്റിയിട്ടില്ല. അത് വലിയൊരു അനുഗ്രഹമാണ്. അച്ഛന്റെ ആ ഒരു നന്മ അതിനകത്തുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ മിക്ക ദിവസവും ഇതിനെപ്പറ്റി ഒരു വ്യാകുലപ്പെടുന്നുണ്ട്. കാരണം അച്ഛാ ഇത് വരുവോ, വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, വന്നായിരുന്നെങ്കിൽ. ഞങ്ങൾ ഒരു പ്രാർത്ഥന വിഷയം കൂടെ ആയിരുന്നു ഞങ്ങളുടെ. അതിന്റെ ഒരു അനുഗ്രഹം ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ റെസ്പോൺസും പ്രാർത്ഥനയുടെ ഉത്തരവാണ്. ഈ പാട്ട് ഈ വരി കിട്ടിയ സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞത്. കാരണം അത് കൂട്ടത്തെ ജീവിതമായിട്ട് വളരെ വളരെ അടുത്തിരിക്കുന്ന വാക്കുകൾ, വെറും സിമ്പിൾ ആയിട്ടുള്ള വരികളാണ്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ വേദനകളും ഭാരങ്ങളും പറയുന്ന ഒരു വെറും നിസ്സാരമായിട്ടുള്ള വാക്കുകൾ, എന്നാൽ അതിന്റെ കാമ്പ് വലിയ അർത്ഥമുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് മാരാമൻ വന്നു. അത് ഈ വർഷം ആ പാട്ട് ഒന്നാമത് വന്നു, പെൻഡ്രൈവിൽ അത് ഒന്നാമത് വന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. പിന്നെ തന്നെയല്ല, ലോകത്തു നിന്നുള്ള ഒത്തിരിയും പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാം കേട്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റ കേൾവിക്ക് ഈ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി എന്നാ പറയുന്നത്. അത് വലിയൊരു അനുഗ്രഹമായി. പാടിയപ്പോ ഞങ്ങൾക്കും അത് നമ്മളെല്ലാരും ആദ്യം പാടിയത് അതൊരു അനുഗ്രഹം. ആദ്യത്തെ സോങ് ലിസ്റ്റിൽ ആദ്യം അത് കാണുന്ന ഒരു സന്തോഷം. പ്ലേ ചെയ്യുമ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ഒരു കഴിവല്ല. തമ്പുരാന് വേണ്ടി നമ്മൾ നിൽക്കുന്നത് കൊണ്ട് ദൈവം നമ്മളിലേക്ക് ഇത് തരികയാണ്. അപ്പം ആ മേടിച്ചിട്ട് കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടും സാധാരണക്കാരായ ആളുകളാണ്. ഞാൻ വർഷങ്ങളായിട്ട് മരം കയറി പാടുന്നുണ്ട്. ഇന്ത്യ മുഴുവൻ. അതെ സുവിശേഷം വേല ചെയ്യുന്നത്. ഞാൻ ഛത്തീസ്ഗഡിലെ മിഷണറി ആയിട്ട് ആദിവാസി മേഖലകളിൽ ഇപ്പോൾ മിഷണറി പ്രവർത്തനത്തിലായിരിക്കുന്നു. കൊണ്ടക്കാരൻ ഞങ്ങൾ രണ്ടുപേരും സാധാരണ ആളുകളാണ്. ഞങ്ങൾക്ക് ഇത്തരത്തില് ലോകം മുഴുവൻ ഏറ്റുപാടുന്ന ഒരു പാട്ട് ചെയ്യാൻ ദൈവം ഒരു അവസരം നൽകിയതിനെയാണ് ഞങ്ങൾ കൃപയായിട്ട് ഇടുന്നത്. ഇത് ദൈവത്തിന്റെ വലിയ കരുണ. ഞങ്ങളോട് തോന്നിയ ദൈവത്തിന്റെ കരുണ. ദൈവഹിതമായിരുന്നു ഇങ്ങനൊരു പാട്ടുണ്ടാകണം, ഇത് ജനങ്ങൾ പാടണം. ഇതിന് ഞങ്ങൾ രണ്ട് ബലഹീനത ദൈവം ഉപയോഗിച്ചു എന്ന് മാത്രം. വളരെ 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 ശരി. കാരണം ഇങ്ങനത്തെ മനോഹരമായിട്ട് ഒരു പാട്ട് വരുമ്പം ഒന്നാമത്തെ കാര്യം, ഞാനൊരു മ്യൂസിക് ചെയ്തപ്പോൾ ഒന്നാമത്തെ കാരണം, ഒരു പാട്ട് ചെയ്യുമ്പോൾ അതെല്ലാവരും പാടണം. ഒറ്റ കേൾവിക്ക് ഒരു പാട്ടിന് ഒരു കേട്ട് കൊള്ള എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താതെ ഇതെപ്പോഴും ഒന്ന് പാടി നമ്മുടെ നടപ്പിൽ, നമ്മുടെ ജോലിയിൽ ഇരിക്കുന്നിടത്തൊക്കെ. ഇപ്പം അച്ഛൻ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ് കലത്തിലെ മാവ് ഭരണിയിലെ എണ്ണയൊക്കെ. ഇത് നിത്യം നമ്മൾ ഓർക്കുന്ന കാര്യം. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും പാടി ആശ്വസിക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ പോലെ ഈ സാധാരണക്കാർ പാടണം അവരുടെ ജീവിതത്തോട്. അല്ലെ ഇത് ഒരു സംഗീതം പഠിച്ചവരോ അല്ലെങ്കിൽ സംഗീതജ്ഞനോ മാത്രം പാടുന്ന ഒരു പാട്ടല്ല. എളിയവരും സാധാരണക്കാരുമായുള്ള ആളുകൾക്ക് അവരുടെ പാടുമ്പോൾ അവരുടെ ജീവിതമാണെന്ന് തോന്നണം. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം തന്നിട്ടുള്ള ആ അനുഭവങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്തപ്പോൾ അത് ഇന്ന് അനേകർക്ക് അവരുടെ ജീവിതം, ഇത് ഒത്തിരി ഞാൻ പറഞ്ഞ ഒത്തിരി പേരുടെ കമന്റുകളിലൂടെയും മെസ്സേജുകളിലൂടെയും കോളുകളിലൂടെ ഒക്കെ പറയും, പക്ഷേ ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആ പാട്ട് പാടുമ്പോൾ അതിന്റെ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്, അത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് പറയുന്നിടത്താണ് ദൈവത്തിന്റെ നാമം അറിയപ്പെടുന്നത്. അതിന് ദൈവം ഞങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. മനോഹരമായ ഗാനം ഗ്ലോറിയ മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാം. കലത്തിലെ മാവും ഭരണിയിൽ എണ്ണയും കുറഞ്ഞു പോകാതെ എന്നില്ലായ്മകളിൽ അതിശയമായി നടത്തിയിടുന്നവനെ. കലത്തിലെ മാവും ഭരണിയിൽ എണ്ണയും കുറഞ്ഞു പോകാതെ എന്നില്ലായ്മകളിൽ അതിശയമായി നടത്തിയിടുന്നവനെ. കിളിവാതിലുകൾ തുറന്നു നൽകിയ സമൃദ്ധിയതോർക്കുമ്പോൾ എന്നിഴികൾ നിറയും നന്ദിയാൽ പാടും സ്തുതിയുടെ സംഗീതം. കിളിവാതിലുകൾ തുറന്നു നൽകിയ സമൃദ്ധിയതോർക്കുമ്പോൾ എന്നിഴികൾ നിറയും നന്ദിയാൽ പാടും സ്തുതിയുടെ സംഗീതം. കൃപയുടെ തണലിൽ അനുദിനം എന്നെ പോറ്റിയിടുന്നവനെ, എന്നമ്പരമെല്ലാം നന്മയതാക്കി മാറ്റിയിടുന്നവനെ. പറഞ്ഞു തീരാതാരമതേകിയ കരുണയതോർക്കുമ്പോൾ എന്നാവിൽ നിറയും മനവും പാടും സ്തുതിയുടെ സംഗീതം. അപ്പോൾ അച്ഛ മോൻസി, തീർച്ചയായും നിങ്ങളുടെ ഈ ഗാനം വിശ്വാസ സമൂഹം
ഏറ്റെടുത്തിരിക്കുകയാണ്. തുടർന്നും വിശ്വാസ സമൂഹത്തിന് ഒരു ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ നൽകുന്ന ഒരു ഗാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തുടർന്നും ഇനിയും ധാരാളം ഗാനങ്ങൾ ക്രൈസ്തവ ഗാന കൈരളിക്ക് നൽകുവാൻ തക്കവണ്ണം നിങ്ങളെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം ഗ്ലോറിയ മീഡിയയോടൊപ്പം ചെലവഴിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ക്രൈസ്തവ മാധ്യമ രംഗത്ത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഗ്ലോറിയ ന്യൂസിലൂടെ ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരു അവസരം നൽകിയ ഈ ഗ്ലോറിയ മീഡിയയോടും അതിന്റെ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി, സന്തോഷം ഞങ്ങൾ അറിയിക്കും. താങ്ക് യു.